നമസ്കാരം. മഴക്കാല രോഗങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് എലിപ്പനി. എലിയുടെയും മറ്റു മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തു വരുന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറ എന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ ബാക്ടീരിയ. എങ്ങനെയാണ് ഈ രോഗം പടരുക എന്ന് നോക്കാം. രോഗമുള്ളതോ രോഗവാഹകരോ ആയ മറ്റു മൃഗങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയാണ് അസുഖം പകരുക. സാധാരണയായിട്ട് ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയും നനവുള്ള പ്രതലത്തിലൂടെയും അതുപോലെ ചെളിയുള്ള മണ്ണിലൂടെയും ഒക്കെ അസുഖം പകരാം. നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകൾ അല്ലെ ചെറിയ പോറലുകൾ എന്നിവ വഴിയാണ് രോഗാണു അകത്ത് കടക്കുക. ഇനി ഈ ബാക്ടീരിയ സമ്പർക്കത്തിലൂടെ പകരുമെന്ന് നോക്കാം. മനുഷ്യരെ ബാധിക്കുന്ന ലെപ്റ്റോസ്പൈറർ ബാക്ടീരിയ സമ്പർക്കത്തിലൂടെ പകരാൻ വേണ്ട ശക്തമല്ല. കാരണം രോഗബാധ ഉണ്ടായിരിക്കുമ്പോഴും രോഗം മാറുമ്പോഴും ഈ ബാക്ടീരിയകൾ മറ്റ് ജീവികളിൽ എന്നതുപോലെ മനുഷ്യരിലും മൂത്രവിസർജനത്തിലൂടെ പുറത്തു പോകും. അതിനാൽ രോഗം ബാധിച്ച ആളുകളുടെ മൂത്രമോ രക്തമോ ഒക്കെ പുരണ്ട തുണികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പ്രോപ്പറായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചില്ലെങ്കിൽ രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വായുവിലൂടെ ഈ രോഗം പകരുകയില്ല. പിന്നെ ഗർഭിണികൾക്ക് രോഗബാധ ഉണ്ടായാൽ ഭ്രൂണത്തെയും വേണമെങ്കിൽ ബാധിക്കാം. ഇനി ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗാണു അകത്ത് കിടന്ന ഒരു 5 മുതൽ 15 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. കടുത്ത പനി, തലവേദന, മസിലുകളുടെ വേദന, പ്രത്യേകിച്ചും കാലിലെ മസിലുകളിൽ പിടിക്കുകയോ പ്രസ് ചെയ്യുമ്പോഴോ ഒക്കെ അതികഠിനമായ വേദന, വിറയൽ, കടുത്ത ക്ഷീണം എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ. ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അതുപോലെ വൃക്കകളെ ബാധിച്ച മൂത്രത്തിൻ്റെ അളവ് കുറയുക, രക്തം കലർന്ന മൂത്രം പോവുക, കാലിലും മുഖത്ത് നീരുണ്ടാവുക, കരളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാം. കൃത്യസമയത്ത് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്തില്ലെങ്കിൽ വൃക്ക, കരൾ, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുകയും മരണം വരെയും സംഭവിക്കാം. ഇനി ഇതെങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. മലിനജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും ശുചീകരണ തൊഴിലാളികളും വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ വ്യക്തി സുരക്ഷാ ഉപാധികളായ കയ്യുറ, മുട്ടുവരെയുള്ള പാദരക്ഷകൾ, മാസ്ക് എന്നിവ ഉപയോഗിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കളിക്കാനൊന്നും അനുവദിക്കരുത്. വെള്ളത്തിലിറങ്ങിയ കൈയും കാലും ഒക്കെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ഇനി രോഗപ്രതിരോധ ശേഷി കൂടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും മരുന്നുകളും ഒക്കെ കഴിക്കുക. എലിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണം. യാതൊരു കാരണവശാലും സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്.